പോയിൻ്റ് എന്താണ്? നമ്മളുടെ ഒരു വ്യക്തിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്, ഇല്ലേ? ഈ ബന്ധം തെളിച്ചു കൊണ്ടുവരുന്നതാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഉത്തരവാദിത്വം എന്താണ്? അമ്മയുടെ ഈ ഉത്തരവാദിത്വം എന്താണ്? അമ്മയിൽ എന്തുമായിട്ടുള്ള ബന്ധമാണ്? അമ്മയിൽ കുഞ്ഞുമായിട്ടുള്ള ബന്ധമല്ലേ? ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം അമ്മയിൽ നിരന്തരം വേണ്ടേ? അതെ. അപ്പോൾ അമ്മയുടെ അവസ്ഥ എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യം എന്താണ്? അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. ഈ കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിൽ അമ്മയ്ക്കൊരു അനുഭവം ഇല്ലേ? അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോൾ, ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം അമ്മയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് അവിടെ അമ്മ വളരുന്നത്. ഓക്കെ, അമ്മയും വളരുകയാണെന്ന്. കുഞ്ഞിനെ വളർത്തുന്ന ഭാഗമല്ല, കുഞ്ഞിനെ കൊണ്ട് അമ്മ വളരുകയാണെന്ന്, അമ്മയെ കൊണ്ട് കുഞ്ഞ് വളരുകയാണെന്ന്. മനസ്സിലായി? ഇവിടെ പരസ്പര പൂരകങ്ങളാണ്. മനസ്സിലായി? അല്ലാണ്ട് അമ്മയെല്ലാം തികഞ്ഞെന്നുള്ളൊരു അമ്മയില്ല. അങ്ങനെ ഒരു അമ്മ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പിന്നെ വളരത്തില്ല. മനസ്സിലായി? ഈ കുഞ്ഞു പിന്നെ വളരത്തില്ല. ഇതാണ് ഇവിടെ മാതാപിതാക്കളിൽ ഏറ്റവും വരുന്ന പ്രശ്നം. അതാ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മാതാപിതാക്കളെല്ലാം വളഞ്ഞു തികഞ്ഞവരാ. മനസ്സിലായ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സെൻസ് ചെയ്താണ് മാതാപിതാക്കൾ നിൽക്കേണ്ടത്. അപ്പോഴേ മാതാപിതാക്കൾക്ക് വൃത്തി തുടരാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ മാതാപിതാക്കൾക്ക് വൃത്തിയുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്താണ്? മാതാപിതാക്കൾക്ക് അർത്ഥം ഉണ്ടാകണ്ടേ? മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകണം, പർപ്പസ്. അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ എന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, നമ്മളിൽ അമ്മയെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പർപ്പസ് ഉണ്ടായി. ഇതാണ് എൻ്റെ ഉത്തരവാദിത്തം. അവിടെ വൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കാൻ അമ്മയായിട്ടുള്ള ബന്ധം ഉള്ളതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് കുഞ്ഞുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അവിടെ വളരെ സങ്കീർണമായിട്ട് കിടക്കുന്ന തലത്തിൽ നിന്ന് വളരെ സമാധാനപരമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധം, ലക്ഷ്യബോധം നമ്മുടെ ലക്ഷണത്തെ ഉണർത്തും. കുഞ്ഞാണ് നമ്മുടെ ലക്ഷ്യം. കുഞ്ഞുമായിട്ടുള്ള ബന്ധം മാതാപിതാക്കൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അമ്മയുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ക്രമീകരിച്ചു പോകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഈ കുഞ്ഞും അമ്മയും തമ്മിൽ നമ്മളുടെ ഉള്ളിലുള്ള അമ്മയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു കാരണവശാലും വിഘാതം വരുത്തുന്നിടത്തല്ല കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് അമ്മയുടെ തന്നെ മാതൃത്വമല്ലേ കുഞ്ഞെന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റിംഗ് ആവുമോ? ഒരിക്കലും കോൺഫ്ലിക്റ്റിംഗ് ആകത്തില്ല. അതാണ് വളർച്ചയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള സവിശേഷത. അതാണ് ജീവിതത്തിൻ്റെ തുടർച്ച. ആ സർക്കിള് ഒരു വിഷ്യസ് സർക്കിളല്ല. മനസ്സിലായി? അതൊരു വിഷ്യസ് സർക്കിളല്ല, അതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. മനസ്സിലായ? അമ്മയെന്ന് പറയുന്നൊരു ശരീരം, അതിൽ കുഞ്ഞെന്ന് പറയുന്ന ഒരു സവിശേഷത ജനിച്ചു. അമ്മയിൽ വീണ്ടും തുടർച്ചയുണ്ടായി. അമ്മയെ നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പം നമുക്ക് ഈ കുഞ്ഞെന്ന് പറയുന്നതിനെ നമുക്ക് ഏത് പേരിട്ട് വേണേലും വിളിക്കാം. ഈശ്വരനെന്നോ ശൈശവമെന്നോ. നീ ഇത് തന്നെയാണോ കൃഷ്ണൻ എന്ന് പേരിട്ടിരിക്കണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കുഞ്ഞെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടാണ് കുഞ്ഞിനെ അമ്മ പരിചരിക്കുന്നത്, അല്ലേ? മാതാപിതാക്കൾ പരിചരിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ടാണ്. അവിടെ മാതാപിതാക്കളുടെ ആത്മീയത ആരംഭിച്ചില്ലേ? മറ്റേത് ശരീരമായിരുന്നു. ഇവിടെ
ആത്മബോധമാണ് തെളിയുന്നത്. എന്താണ് എന്താണ് മറ്റേ ശരീരമാണ് തെളിഞ്ഞത്. അമ്മയായിട്ടുള്ള ബന്ധത്തിൽ ഒരു ശരീരം തെളിഞ്ഞു വന്നു. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലാണ്. കുഞ്ഞുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ഉള്ളിലാണ്, വളരെ റിഫൈൻഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഭയങ്കര പറയും. ഈ മനുഷ്യന്റെ ബോധതലം എങ്ങനെയാണ് മാറുന്നത് വളർച്ചക്കനുസരിച്ച്? എന്തോ മനുഷ്യന്റെ ബോധതലം എങ്ങനെയാണ് മാറുന്നത്? അമ്മയായിട്ടുള്ള നമ്മ വളർന്നുകൊണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും ബോധത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഇല്ല, നമ്മൾ അമ്മയായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ബോധതലം സ്റ്റഡിയായിട്ട് നിൽക്കും. അമ്മയായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ ബോധത്തിൽ ഒരിക്കലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ മാതൃകാപരമായിട്ട് ഒന്നും എടുക്കാനില്ലെങ്കിൽ ബോധം കിടന്ന് കളിക്കും. ബോധത്തിലൊരു ബോധം ഉണ്ടാകത്തില്ല. ഒരിക്കലും ബലബോധങ്ങളുണ്ടാവും. പറട്ടെ